പഴയ വിശ്വസ്തൻ PV അൻവർ തുറന്നുവിട്ട പുകമറ ജാഗ്രതയാക്കി പിണറായി തേർതെളിച്ച CPM സമ്മേളനം അവസാന ഘട്ടത്തിൽ. അടിമുടി പിണറായി വിജയൻ നേരിട്ട് നയിച്ച സമ്മേളനത്തിന്റെ ചുക്കാൻ കൈപ്പിടിയിലൊതുക്കി. ഏരിയ ജില്ലാ കമ്മിറ്റികളിലേറെയും സർവാധിപത്യം. അടുത്ത തിരഞ്ഞെടുപ്പിലും പിണറായി വിജയൻ കാലം തന്നെ ശക്തനായി മാറുകയാണ് മന്ത്രി മുഹമ്മദ് റിയാസും. ജില്ലാ സമ്മേളനങ്ങളിൽ സംസ്ഥാന സെക്രട്ടറി മറുപടി പറയേണ്ടിടത്ത് പല ജില്ലകളിലും ചർച്ചകൾക്ക് മറുപടി പറഞ്ഞത് പിണറായി വിജയനാണ്. അധികാരത്തിന്റെ തിരക്കുകൾക്കിടയിലും പാർട്ടി സമ്മേളനത്തിന് നേരിട്ട് തേർതെളിച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കുറി രംഗത്തിറങ്ങിയത്. പാർട്ടി സമ്മേളനങ്ങൾക്ക് തുടക്കമായി ഇടത് സ്വതന്ത്ര MLA ആയിരുന്ന PV അൻവർ തുറന്നുവിട്ട ആരോപണങ്ങളിൽ മുഖ്യമന്ത്രി ഒരു വേള പതറിയെങ്കിലും പിന്നീടുള്ള നീക്കങ്ങൾ ചടുലമായിരുന്നു. അൻവർ തുറന്നുവിട്ട പുകമറകളിൽ നേതാക്കൾ കുടുങ്ങാതിരിക്കാനായിരുന്നു ആദ്യ ജാഗ്രത. അൻവറിന് പിന്നിൽ പാർട്ടിയിലെ വമ്പൻ സ്രാവുകൾ ഉണ്ടായിരുന്നുവെന്നും അവർ എന്താണ് ലക്ഷ്യം വയ്ക്കുന്നതെന്നും പിണറായി വിജയന് വ്യക്തമായിരുന്നു. അതിനാൽ തന്നെ അവരെ സംശയമുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ സമ്മേളന നടത്തിപ്പിൽ ഇടപെടുകയായിരുന്നു മുഖ്യമന്ത്രി. ഇതോടെ P. ജയരാജൻ, MV ജയരാജൻ, MV ഗോവിന്ദൻ ഉൾപ്പെടെ തനിക്കെതിരെ നീങ്ങാൻ ശേഷിയുള്ള നേതൃനിരയെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു തന്നെ മുന്നോട്ട് പോയി. ജില്ലാ സമ്മേളനങ്ങളിൽ മിക്കവയിലും നേരിട്ട് പങ്കെടുത്തത് പിണറായി തന്നെ. ഇതോടെ സമ്മേളന ചർച്ചകളിൽ സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ വിമർശനങ്ങൾ ഉയരുന്നത് തടയാൻ പിണറായിക്കായി. ജില്ലാ സമ്മേളനങ്ങളിൽ സംസ്ഥാന സെക്രട്ടറി മറുപടി പറയേണ്ടിടത്ത് പല ജില്ലകളിലും ചർച്ചകൾക്ക് മറുപടി പറഞ്ഞതും പിണറായി വിജയൻ തന്നെ. ജില്ലാ തെരഞ്ഞെടുപ്പുകളിൽ ഇതോടെ ആധിപത്യവും സ്ഥാപിച്ചു. ജില്ലാ സെക്രട്ടറിമാരിൽ ഏറിയ പങ്കും വിശ്വസ്തരായി. ഗോവിന്ദനെ പിണക്കാതിരിക്കാൻ പത്തനംതിട്ടയിൽ രാജു അബ്രഹാം പോലെ MV ഗോവിന്ദൻ പറഞ്ഞ കാര്യങ്ങളും പരിഗണിച്ചു. കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഇഷ്ടക്കാർക്കായിരുന്നു പരിഗണന. അങ്ങനെ സംസ്ഥാന സമ്മേളനത്തിന്റെ പൂർണ്ണ നിയന്ത്രണം പിണറായി കൈക്കലാക്കി. ഇതോടെ സംസ്ഥാന സമിതിയിലും സെക്രട്ടേറിയറ്റിലും ഇനി പിണറായിയുടെ വിശ്വസ്തർ ഇടം പിടിക്കും. മുഹമ്മദ് റിയാസിന്റെയും സംസ്ഥാന സെക്രട്ടറി പദവിയിൽ MV ഗോവിന്ദൻ തുടരും, അതും പിണറായിയുടെ കൂടി കനിവോടെ. അതിനാൽ തന്നെ തുടർച്ചയായി മൂന്നാം വട്ടവും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയെ നയിക്കുക മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ എന്ന കാര്യത്തിൽ സംശയമില്ല. മൂന്നാം പിണറായി സർക്കാർ എന്ന ലക്ഷ്യത്തിലൂന്നിയാണ് കൊല്ലം സംസ്ഥാന സമ്മേളനവും ആരംഭിക്കുന്നത്. അജണ്ടയും അതുതന്നെ. മദ്യപാനത്തിൽ ഗോവിന്ദൻ പറഞ്ഞതാണോ പ്ലീനം രേഖ? അജണ്ടയിൽ പിണറായിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ്. VSന് കോട്ടയത്ത് കൊടുക്കാത്തത് കൊല്ലത്ത് കിട്ടുമോ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളാണ് ഏതായാലും ഉയർന്നു വന്നിരിക്കുന്നത്. പാവപ്പെട്ടവനെ കുടിച്ചു നിർത്തി ഇടിക്കുന്ന സംഘടനയായി SFI മാറി. അജിത് കുമാറിനെ ആരാണ് സംരക്ഷിക്കുന്നത്? ഇത് വേറെ ആരും പറഞ്ഞതല്ല, CPM ജില്ലാ സമ്മേളനത്തിൽ കേട്ടതാണ് എന്ന റിപ്പോർട്ടുകളുമായി മാധ്യമങ്ങളും രംഗത്ത് വന്നിട്ടുണ്ട്. CPM നേതൃത്വത്തെ മുൾമുനയിൽ നിർത്തുന്ന ചോദ്യങ്ങളാണ് ബ്രാഞ്ച് മുതൽ ജില്ല വരെയുള്ള സമ്മേളനങ്ങളിൽ പാർട്ടി പ്രവർത്തകർ ഉന്നയിച്ചത്. ഈ സംസ്ഥാന സമ്മേളനവും പിണറായിയുടെ ചൊൽപ്പടിക്ക് നിൽക്കുമോ അതോ പുതിയ ചേരിക്ക് വഴിയൊരുക്കുമോ? ഇപ്പോഴത്തെ നിലയിൽ ഒരു നിമിഷം പോലും VS അച്യുതാനന്ദനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ അനുവദിക്കാനാവില്ലെന്ന് പിണറായി പക്ഷം കോട്ടയം സംസ്ഥാന സമ്മേളനത്തിൽ ആഞ്ഞടിക്കുമ്പോൾ മുഖ്യമന്ത്രി പദവിയിൽ VS അച്യുതാനന്ദൻ അന്ന് 2 വർഷം പിന്നിടുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനെതിരെ SNC ലാവ്ലിൻ കേസിൽ VS സ്വീകരിച്ച നിലപാടുകളായിരുന്നു കോട്ടയത്ത് പ്രകോപനമായത്. ഈ സർക്കാരിനെ വച്ചുകൊണ്ട് തൊട്ടടുത്ത വർഷം വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനാവില്ലെന്ന് പറഞ്ഞ പിണറായി പക്ഷം കുറ്റവിചാരണ നടത്തുമ്പോൾ വേദിയിൽ മുഖ്യമന്ത്രി ആയിരുന്ന VS ഒന്നും മിണ്ടാതെ കേട്ടിരിക്കുകയായിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും VSനെ നീക്കണമെന്ന ആവശ്യത്തോട് മുഖം തിരിച്ചു നിന്ന പോളിറ്റ് ബ്യൂറോയെ വരെ പിണറായി പക്ഷം വിമർശനങ്ങളുടെ മുൾമുനയിൽ നിർത്തി എന്നുള്ളത് ചരിത്രം. വരും ദിവസങ്ങളിൽ കൊല്ലത്ത് ഇതൊക്കെ ആയിരിക്കുമോ അതോ പിണറായി കാര്യങ്ങൾ മാറ്റിമറിക്കുമോ? കള്ള ഗ്ലൂക്കോസിനേക്കാൾ പവർഫുൾ, ബംഗാളിലെ പനങ്കള്ള ബെഡ് കോഫിയേക്കാൾ ഗുണകരമെന്നാണ് EP ജയരാജന്റെ കണ്ടുപിടുത്തം. തെങ്ങിൽ നിന്നും ശേഖരിക്കുന്ന ഇളംകള്ള ഇളനീരിനേക്കാളും ഔഷധവീര്യമുള്ളതാണെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. ഇന്നത്തെ ഗ്ലൂക്കോസിനേക്കാൾ പവർഫുള്ളായ പാനീയമായിരുന്നു അത്. തെങ്ങിൽ നിന്നുള്ള നീര് ഏറ്റവും ഗുണകരമായ പോഷകാഹാരം തന്നെയായിരുന്നുവെന്നും ജയരാജൻ കൂട്ടിച്ചേർത്തു. മദ്യപിക്കുന്നവരുണ്ടെങ്കിൽ പാർട്ടിയിൽ നിന്നും പുറത്താക്കുമെന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രസ്താവന സംബന്ധിച്ച് പ്രതികരിക്കുകയായിരുന്നു ജയരാജൻ. തിരഞ്ഞെടുപ്പിനെ നേരിടുക ഒരാളിന്റെ നേതൃത്വത്തിലാകില്ല എന്ന MV ഗോവിന്ദൻ. കൂട്ടായ നേതൃത്വത്തിലെ നേതൃപരമായ പങ്കുവഹിക്കുന്ന നേതാവാണ് പിണറായി വിജയൻ. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒറ്റയൊരാളുടെ നേതൃത്വത്തിലായിരിക്കില്ല CPM നേരിടുകയെന്ന സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ക്യാപ്റ്റൻ വിശേഷണത്തോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിച്ചതുപോലെയാകുമോ ഇക്കുറിയുമെന്ന ചോദ്യത്തോടായിരുന്നു ഗോവിന്ദന്റെ പ്രതികരണം. പിണറായിയുടെ നേതൃത്വത്തിലല്ല, കൂട്ടായ നേതൃത്വത്തിലാകും തെരഞ്ഞെടുപ്പിനെ നേരിടുക. വാക്കുപാലിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി JP നദ്ദയെ സന്ദർശിച്ചു. പ്രതീക്ഷയോടെ ആശാ വർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട കേന്ദ്ര ആരോഗ്യമന്ത്രിയും BJP ദേശീയ അധ്യക്ഷനുമായ JP നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം ചെയ്യുന്ന ആശാ വർക്കർമാരുടെ ആശങ്ക അറിയിക്കുന്നതിനും പരിഹരിക്കുന്നതിനു വേണ്ടിയാണ് കേന്ദ്രമന്ത്രി നദ്ദയെ സന്ദർശിച്ചത്.
വിഷയം അദ്ദേഹത്തെ അറിയിക്കുമെന്ന് സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം ആശമാർക്ക് ഉറപ്പ് നൽകിയിരുന്നു. വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചുവെന്ന് കേന്ദ്രമന്ത്രി നദ്ദ അറിയിച്ചതായി സുരേഷ് ഗോപി പറഞ്ഞു. ആശാ വർക്കർമാർക്ക് വേണ്ടി അധികമായി 120 കോടി രൂപ അനുവദിച്ചിരുന്നുവെന്നും സുരേഷ് ഗോപി പറഞ്ഞു. സംസ്ഥാന സർക്കാരാണ് പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തേണ്ടതെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി സമരപന്തലിലെത്തി ആശാ വർക്കർമാരെ സന്ദർശിച്ചിരുന്നു. ആശമാരുടെ ആവശ്യങ്ങൾ പ്രധാനമന്ത്രിയെയും JP നദ്ദയും അറിയിക്കുമെന്ന് കേന്ദ്രമന്ത്രി വാക്കുകൊടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് സുരേഷ് ഗോപി ഡൽഹിയിലെത്തി JP നദ്ദയെ സന്ദർശിച്ചത്. ആശാ വർക്കർമാരുടെ സമരം LDF സർക്കാരിന്റെ ഭരണപരാജയം പിടിപ്പുകേടെന്ന് സംസ്ഥാനത്തെ പഴിച്ച് കേന്ദ്രവും രംഗത്തിറങ്ങിയതോടെ സംസ്ഥാന സർക്കാർ വെട്ടിലായിരിക്കുകയാണ്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കേരളത്തിന് 938 കോടി രൂപ നൽകിയിരുന്നു. ബജറ്റിൽ വകയിരുത്തിയതിൽ അധികമായി 120 കോടി രൂപ കേരളത്തിന് നൽകിയെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കുറിപ്പിൽ പറയുന്നു. സംസ്ഥാന സർക്കാരിന്റെ പരാജയം ചർച്ച ചെയ്യേണ്ടതിന് പകരം കേരളത്തിലെ LDF സർക്കാർ കേന്ദ്രത്തെ പഴിക്കുന്നത് ദൗർഭാഗ്യകരമാണ്. ആരോഗ്യമന്ത്രി പഠിച്ച ഇന്ത്യയുടെ ഭൂപടത്തിൽ സിക്കിം ഇല്ലേ എന്ന വീണ ജോർജിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ. ആരോഗ്യമന്ത്രി ഇത്രയും കാലമായിട്ട് അവരോടൊന്ന് സംസാരിക്കാൻ പോലും തയ്യാറായിട്ടില്ല. അവർ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി കൂടിയല്ലേ. ഇത്രയും വനിതകൾ അവിടെ സമരം ചെയ്തിട്ട് അവരോടൊന്ന് സംസാരിച്ചത് പോലുമില്ല. അതുമാത്രമല്ല, ആ വനിതകൾ ആരോഗ്യമന്ത്രിയുടെ വീട്ടിൽ പോയപ്പോൾ ഓഫീസ് സമയത്ത് ഓഫീസിൽ വരാൻ ആവശ്യപ്പെടുകയാണ് ഉണ്ടായത്. ഈ സഭയിൽ ഇരിക്കുന്ന എല്ലാവരും വീടാന്തരം കയറി വോട്ട് ചോദിച്ചവരല്ലേ. ഓഫീസ് സമയം നോക്കിയാണോ അന്ന് വോട്ട് ചോദിക്കാൻ പോയത്? പാതിരാത്രിയിൽ വെളുപ്പാങ്കാലത്ത് വോട്ട് ചോദിക്കാൻ പോകാം. എന്നാൽ ഈ വോട്ട് കിട്ടി വിജയിച്ചപ്പോൾ ആ സാധു മനുഷ്യർക്ക് ഒരാവശ്യം വന്നാൽ അത് നടപ്പിലാക്കണമെങ്കിൽ ഓഫീസ് സമയം വരണമെന്ന് പറഞ്ഞ ആരോഗ്യമന്ത്രി ആ ഓഫീസ് അധികം നാൾ ഉണ്ടാകില്ല എന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പടിക്കൽ സമരം നടന്നിട്ട് മുഖ്യമന്ത്രി തിരിഞ്ഞു നോക്കിയോ? അതിരൂക്ഷമായ വിമർശനമാണ് ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് നേരെ ഉയർന്നു വരുന്നത്.